ഹലോ, ഞാൻ ആശിഷ്. ഞാനെന്നുള്ളത് സ്നോയി മൗണ്ടനാണ്. കൊസിയസ്കോ സ്നോയി മൗണ്ടൻസിനകത്താണ്. അപ്പോൾ ആക്ച്വലി ഇത് ഗുത്തഗെ എന്നാണെന്ന് തോന്നുന്നു ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇത് പെരിശറിലേക്ക് പോണ വഴിക്ക് നമ്മൾ കട്ട് ചെയ്ത് കയറേണ്ടതാണ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്രോസൺ ഡാമുണ്ട്, അതിലേക്ക് പോകാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ആക്ച്വലി ഇവിടുത്തെ വ്യൂ എല്ലാം ഭയങ്കര കേട്ടോ. ഇതാണ് ഇവിടേക്കുള്ള റോഡ്. ഇവിടെ പോണ വഴിക്ക് റോട്ടിലൊന്നും സ്നോ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ റോഡ് അത്യാവശ്യം ഒരു ഗ്രാവൽ റോഡാണ്. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി സൂക്ഷിച്ച് വേണം നമുക്ക് പോകാനായിട്ട്. പിന്നെ മാൻഡേറ്ററി ആയിട്ട് ചെയിൻ കയ്യിൽ വയ്ക്കണം. എന്ന് വെച്ചാൽ എനിക്ക് തോന്നും ഈ മണ്ണ് കുറച്ചും കൂടി സോഫ്റ്റാണ്. വെള്ളം തന്നെ വരുമ്പോൾ, അതായത് മഞ്ഞ് വീണാലും അത് ഉരുകി കഴിയുമ്പോൾ മണ്ണ് കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്നോ റീജിയനിൽ കയറുമ്പോൾ സ്നോ കൊണ്ടുപോകണം. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ആക്ച്വലി എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ ആക്സസ് ഉള്ള രീതിയിൽ നമ്മൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ത്രെഡ് ബോലോ പെരിശറിലേക്കോ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ നമുക്കില്ല. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴാണ് ഭയങ്കര രസമായിട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്തപ്പോൾ നമ്മൾ ടുവേർഡ്സ് ഗുത്തഗെ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഡാമിൻ്റെ അവിടേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ഭയങ്കര മനോഹരമാണ്. ആ മലയമേലാനും മഞ്ഞ് കൂടി നിൽക്കുന്നത് കാണാനായിട്ട്. ഇവിടുന്ന് സ്കീ ലിഫ്റ്റും ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്നൊരു കഫേയാണ് ഇവിടെ ഉള്ളത്. ആക്ച്വലി കഫേയുടെ അകത്തേക്കൊക്കെ പോകുന്നത് വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അത് കാണിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അധികം തിരക്കുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സ്കീയിങ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, മഞ്ഞ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അവിടെ ഇപ്പോൾ സ്കീ ലിഫ്റ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഇവിടെ തിരക്ക് കുറവ്. ഇവിടെ അക്കോമഡേഷൻസും ഉണ്ട്. ആ കഫറ്റീരിയയിൽ അത്യാവശ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്നുള്ള രീതിയിൽ അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വന്ന സമയത്ത് സ്നോ കുറച്ച് കുറവാണെന്നുണ്ട്, അതുകൊണ്ട് തന്നെ മുകളിലേക്കൊന്നും അങ്ങനെ അധികം സ്നോ ഇല്ല. പക്ഷേ ഇവിടെ ഇത് കാണുമ്പോൾ പെരിശറിലും മുമ്പത്തെ അത്രയും എനിക്ക് സ്നോ ആയിട്ട് തോന്നിയില്ല. മുമ്പൊക്കെ പെരിശറിലും ഭയങ്കര നല്ല സ്നോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അറിയില്ല ഇനി സ്നോഫോൾ ഇനി കൂടുവാണോ എന്നും അറിയത്തില്ല. നമ്മൾ പോകാൻ നോക്കുന്നത് അവിടെയുള്ള ആ ഫ്രോസൺ ഡാമിൻ്റെ അടുത്തേക്കാണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു ഫ്രോസൺ ഡാം കണ്ടിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നുന്നു പലരും കാണാനും സാധ്യതയില്ല. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പോലും ആൾക്കാർക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. ആരും അങ്ങനെ പറഞ്ഞു കേൾക്കേ അങ്ങനെയൊന്നും വീഡിയോസൊന്നും കണ്ടിട്ടുമില്ല. മേ ബി ആൾക്കാർക്ക് അറിയില്ലായിരിക്കും, ചിലപ്പോൾ അറിയുന്നവർ ബാക്കിയുള്ളവർക്ക് അറിയാം എന്ന് കരുതിയിട്ട് ഇടാത്തതാകാം. ഇതിന് ഇവർ ബേസ് ക്യാമ്പ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് സ്നോ ഷൂയിങ് അല്ലെങ്കിൽ ബാക്ക് കൺട്രി സ്കീയിങ് എന്ന് ഉദ്ദേശിക്കുന്നത് മലയുടെ മുകളിലേക്ക് പോയിട്ട്, അതായത് ആൾക്കാർ നോർമലി പോകാത്ത സ്ഥലങ്ങളിലെല്ലാം പോയി സ്കീ ചെയ്ത് വരുന്നതിന് ബാക്ക് കൺട്രി സ്കീയിങ് അല്ലെങ്കിൽ ബാക്ക് കൺട്രി സ്നോ ഷൂയിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെല്ലാം ആൾക്കാർക്ക് ഇവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ മൗണ്ടെയിൻ കയറി ചെല്ലാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഈ ഡാമിൻ്റെ ആ മുകളിൽ കൂടിയുള്ള നടത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മൗണ്ടെയിനായി. പിന്നെ അവിടെ നമുക്ക് മൗണ്ടെയിനിലേക്ക് ഈസി ആക്സസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതിനെ ബേസ് ക്യാമ്പ് എന്ന് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക, അതായത് സ്നോ അഡ്വഞ്ചറസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് പോയിട്ടുണ്ടാവുക. ഞാൻ വിൻ്റർ ക്യാമ്പിങ്ങിന് വേണ്ടി വന്നപ്പോൾ വന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വിൻ്റർ ക്യാമ്പിങ്ങിൻ്റെ വീഡിയോ ഞാനിവിടെ കാർഡായിട്ട് മുകളിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.